ചില ആളുകളുണ്ട്, വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോവുക മാത്രമല്ല അവിടെ ചെന്ന് വിളമ്പുകാരനാവാനും അവസാനം ഇലയോടുകൂടി വാരിയെടുത്ത് എറിഞ്ഞുകൊടുത്ത് ആളുകളുടെ വായിൽ നിന്നും ചീത്ത വിളി കേൾക്കാനും ഒരു പ്രത്യേക താല്പര്യമുള്ളവർ. പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ ചില സ്വയം പ്രഖ്യാപിത ഉപദേശികളെയും രക്ഷാകർത്താക്കളെയും കുറിച്ചാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയി ഒടുവിൽ 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി തന്നെ ഇരന്ന് വാങ്ങിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം മിലിറ്ററി സംവിധായകൻ സാക്ഷാൽ മേജർ രവി. സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തിയ ഒരു വിഷയത്തിൽ യാതൊരു ആവശ്യവുമില്ലാതെ കയറി ഇടപെടുകയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വയം അപഹാസ്യനാവുകയും ചെയ്തതു മാത്രമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സ്വന്തം തട്ടകമായ സിനിമയിൽ, അതും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയ നായകനെ വച്ച് ചെയ്യാനിരുന്ന ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റിൽ തന്നെയാണ് മേജർക്കിപ്പോൾ ഇടുത്തി വീടിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു, എവിടെയാണ് മേജർക്ക് പിഴച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ചോദിക്കാനും പറയാനും ആളില്ലാത്തവളല്ല മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ എന്ന് മേജർ രവി അല്പം വൈകിയാണ് മനസ്സിലാക്കിയത്. രാജ്യം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു ഡൽഹിയിൽ അടുത്തിടെ അരങ്ങേറിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ CJP വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോൾ അത് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റി. തങ്ങളുടെ ഭാവിയെ കാർന്നു തിന്നുന്ന അഴിമതികൾക്കെതിരെ കൊടും ചൂടിനെയും പോലീസിൻ്റെ ലാത്തിയെയും അവഗണിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഡൽഹിയിൽ ഒത്തുകൂടി. ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി തെരുവിലിറങ്ങിയ ആ വിദ്യാർത്ഥികൾക്ക് നേരെ ഭരണകൂടം കണ്ണീർ വാതകം പ്രയോഗിച്ചു, ലാത്തി ചാർജ് നടത്തി, ഇൻ്റർനെറ്റ് വരെ വിച്ഛേദിച്ച് അവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കടന്നുവരവായിരുന്നു അക്കൂട്ടത്തിലുണ്ടായത്. അത് മറ്റാരുടേതുമായിരുന്നില്ല, മലയാളികളുടെ സ്വന്തം സൂപ്പർ താരം മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാലിൻ്റേതായിരുന്നു. സാധാരണയായി സിനിമയിലെ താരങ്ങളുടെ മക്കൾ ഇത്തരം രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ പരസ്യമായി പ്രതികരിക്കുന്നത് വളരെ അപൂർവമാണ്, പ്രത്യേകിച്ചും മോഹൻലാലിനെ പോലെ ഒരു വലിയ താരത്തിൻ്റെ മകൾ. എന്നാൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിസ്മയ രംഗത്തെത്തി. സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന വളരെ മൂർച്ചയുള്ള ഒരു ചോദ്യമാണ് വിസ്മയ ഭരണകൂടത്തിന് നേരെ എറിഞ്ഞത്. ഇതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. വിദ്യാർത്ഥികളെ അനുകൂലിച്ചതിൻ്റെ പേരിൽ വിസ്മയക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് പിന്നീട് നടന്നത്. വിസ്മയുടെ അരങ്ങേറ്റ ചിത്രമായ തുടക്കം എന്ന സിനിമ ബഹിഷ്കരിക്കണം എന്ന് വരെ ചിലർ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ തുടങ്ങി. മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും ഇതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് അണിയറയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരുന്ന മേജർ രവി വിസ്മയുടെ രക്ഷകർത്താവ് എന്ന പുതിയ അവതാരമെടുത്ത് ഫേസ്ബുക്ക് ലൈവിൽ പ്രത്യക്ഷപ്പെടുന്നത്. വിസ്മയെ ന്യായീകരിക്കുക എന്നതായിരുന്നു മേജർ രവിയുടെ ലക്ഷ്യമെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട മലയാളികൾ അക്ഷരാർത്ഥത്തിൽ മൂക്കത്ത് വിരൽ വച്ചുപോയി. വിസ്മയ ഒരു ചെറിയ കുട്ടിയാണെന്നും അവൾക്ക് വലിയ രാഷ്ട്രീയ അറിവുകളൊന്നുമില്ലെന്നും ഡൽഹിയിൽ പോലീസുകാർ കുട്ടികളെ തല്ലുന്നത് കണ്ടപ്പോൾ ഒരു മൃഗസ്നേഹിയായ അവൾക്ക് തോന്നിയ മനുഷ്യത്വപരമായ വികാരത്തിൻ്റെ പുറത്താണ് അവൾ അങ്ങനെ പ്രതികരിച്ചതെന്നുമായിരുന്നു മേജർ രവിയുടെ ആദ്യത്തെ ന്യായീകരണം. അതായത് വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടെ അനീതിക്കെതിരെ പ്രതികരിച്ച ഒരു യുവതിയുടെ നിലപാടിനെ വെറുമൊരു കൊച്ചുകുട്ടിയുടെ വിവരമില്ലായ്മ എന്ന് മുദ്രകുത്തി റദ്ദാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ അവിടെയും നിന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അങ്ങേയറ്റം പരിഹാസ്യമായ കുറേ ആരോപണങ്ങൾ കൂടി അദ്ദേഹം അഴിച്ചുവിട്ടു. സമരത്തിന് പിന്നിൽ വിദേശ ഫണ്ടിംഗ് ആണെന്നും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണെന്നും അദ്ദേഹം തട്ടിവിട്ടു. അവിടെ സമരം ചെയ്യുന്നവരിൽ വലിയൊരു ഭാഗം വിദ്യാർത്ഥികളല്ലെന്നും നീറ്റിൻ്റെയോ CBSEയുടെയോ പൂർണ്ണ രൂപം പോലും അറിയാത്തവരാണെന്നും അദ്ദേഹം ആക്രോശിച്ചു. സൗജന്യമായി കിട്ടുന്ന ഭക്ഷണത്തിനും മദ്യത്തിനും വേണ്ടിയാണ് പലരും സമരത്തിൽ പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്നതായിരുന്നു. പോരാത്തതിന് നിരാഹാരം കിടക്കുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന് വിദേശത്ത് നിന്നും കോടികളുടെ ഫണ്ട് വരുന്നുണ്ടെന്നും മേജർ രവി ഒരു തെളിവുമില്ലാതെ വിളിച്ചു പറഞ്ഞു. പക്ഷേ കാലം കാത്തുവച്ചത് മറ്റൊരു കാവ്യനീതിയായിരുന്നു. മേജർ രവി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വിദ്യാർത്ഥികളുടെ അചഞ്ചലമായ പോരാട്ടത്തിന് മുന്നിൽ ഒടുവിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. സമരക്കാരുടെ ആവശ്യങ്ങൾ പലതും അംഗീകരിക്കപ്പെട്ടു. വിസ്മയ മോഹൻലാൽ എടുത്ത ധീരമായ നിലപാട് പൂർണ്ണമായും ശരിയാണെന്ന് കാലം തെളിയിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും മേജർ രവിയുടെ കഷ്ടകാലം തീർന്നില്ല. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതിന് വലിയ വിലയാണ് അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത്. തിരുവനന്തപുരം സ്വദേശിയായ മാളവിക ആർ തിക്കാടൻ എന്ന +2 വിദ്യാർത്ഥിനി
വിദ്യാർത്ഥികളെ അപകീർത്തിപ്പെടുത്തിയതിന് മേജർ രവിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. 5 ദിവസത്തിനകം വിവാദ വീഡിയോ പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്നും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുള്ള ആ വക്കീൽ നോട്ടീസ് മേജർ രവിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. സംവിധായകൻ ആലപ്പി അഷ്റഫ് ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകരും അദ്ദേഹത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. ഇതോടെ വലിയ വായിൽ ന്യായീകരിക്കാൻ വന്ന മേജർ രവിയെ പിന്നീട് ഈ വഴിക്ക് കണ്ടിട്ടില്ല. അദ്ദേഹം പൂർണ്ണമായും സൈലൻ്റായി. എന്നാൽ ഈ സൈബർ പ്രതിഷേധങ്ങളും വക്കീൽ നോട്ടീസുമൊക്കെ മേജർ രവിക്ക് കിട്ടിയ പണികളുടെ ഒരു ട്രെയിലർ മാത്രമായിരുന്നു. യഥാർത്ഥ 8ൻ്റെ പണി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് മേജർ രവിയുടെ സിനിമാ ചരിത്രം കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സൈന്യത്തിൽ നിന്നും വിരമിച്ച ശേഷം സിനിമയിലെത്തിയ മേജർ രവി തൻ്റെ ആദ്യ സിനിമയായ കീർത്തി ചക്രയിലൂടെ മലയാള സിനിമയിൽ വലിയൊരു ഓളമാണ് ഉണ്ടാക്കിയത്. കശ്മീർ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ആ സിനിമ സാമ്പത്തികമായി വലിയ വിജയമായി മാറി. അതിനുശേഷം മമ്മൂട്ടിയെ നായകനാക്കി രാജീവ് ഗാന്ധി വധത്തെ ആസ്പദമാക്കി മിഷൻ 90 ഡേയ്സ് എന്ന ചിത്രവും അദ്ദേഹം ഒരുക്കി. സാമ്പത്തികമായി ആ ചിത്രം വലിയ വിജയമായില്ലെങ്കിലും മേക്കിങ്ങിലും പ്രമേയത്തിലും ആ ചിത്രം ഒരുപാട് പ്രശംസകൾ ഏറ്റുവാങ്ങി. ഈ 2 സിനിമകൾക്കും ശേഷം മേജർ രവി എന്ന സംവിധായകന് മലയാള സിനിമയിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ചു. എന്നാൽ അന്ന് സിനിമാ ലോകത്തൊരു കിംവദന്തി വളരെ ശക്തമായി പ്രചരിച്ചിരുന്നു. മേജർ രവിയുടെ ഈ ആദ്യ 2 ചിത്രങ്ങൾക്കും പിന്നിൽ, പ്രത്യേകിച്ച് അതിൻ്റെ മേക്കിങ്ങിൽ, തമിഴിൽ നിന്നുള്ള പ്രഗത്ഭനായ ഒരു സംവിധായകൻ്റെ വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു ആ പ്രചരണം. ആ കിംവദന്തികൾ ശരിയോ തെറ്റോ ആകട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഔദ്യോഗികമായി മേജർ രവിയുടെ ആദ്യ ചിത്രം കീർത്തി ചക്ര തന്നെയാണ്. അത് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന കാര്യവുമാണ്. ആദ്യ ചിത്രം വമ്പൻ വിജയമായതിൻ്റെ ആത്മവിശ്വാസത്തിലാകാം കീർത്തിചക്രയിലെ തൻ്റെ ഇഷ്ടനായകനായ മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തെ വെച്ച് പിന്നീട് 3 സിനിമകൾ കൂടി മേജർ രവി ഒരുക്കി. കുരുക്ഷേത്ര, കാണ്ഡഹാർ, 1971 ബിയോണ്ട് ദ ബോർഡർ എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. എന്നാൽ ഈ സീരീസിലെ ഓരോ പടം കഴിയും തോറും സിനിമയുടെ നിലവാരം താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. അവസാന ചിത്രമായ 1971 ബിയോണ്ട് ദ ബോർഡർ എത്തിയപ്പോഴേക്കും ആ സിനിമാ സീരീസിനെയും മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തെയും ജനങ്ങൾ ഏറെക്കുറെ വെറുത്തു തുടങ്ങിയിരുന്നു. തിയേറ്ററുകളിൽ വലിയ പരാജയമാണ് ആ ചിത്രം ഏറ്റുവാങ്ങിയത്. അതോടെ മേജർ രവി സംവിധാന രംഗത്ത് നിന്ന് താൽക്കാലികമായി ഇടവേളയെടുത്തു. ഏകദേശം 10 വർഷത്തോളം നീണ്ട ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഒടുവിൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് തൻ്റെ പുതിയ സിനിമ മേജർ രവി പ്രഖ്യാപിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ അഥവാ പഹൽഗാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ജമ്മു കശ്മീരിൽ നടന്ന യഥാർത്ഥ സൈനിക ഓപ്പറേഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നാൽ നായകനായി മോഹൻലാൽ വീണ്ടും മേജർ മഹാദേവനായി തിരിച്ചെത്തുന്നു എന്നതായിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ മോഹൻലാൽ ആരാധകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി. മോഹൻലാൽ വീണ്ടും മേജർ മഹാദേവൻ ആകരുത് എന്നാവശ്യപ്പെട്ട് വലിയ ക്യാമ്പയിനുകൾ തന്നെ നടന്നു. പഴയൊരു പരാജയപ്പെട്ട ഫോർമുലയിലേക്ക് മോഹൻലാൽ വീണ്ടും പോകരുത് എന്നായിരുന്നു ആരാധകരുടെ പ്രധാന ആവശ്യം. എന്നാൽ ഈ എതിർപ്പുകളെയൊന്നും വകവയ്ക്കാതെ വലിയ ബജറ്റിൽ സിനിമയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു മേജർ രവിയുടെ തീരുമാനം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വച്ച് ചിത്രത്തിൻ്റെ പൂജയും വളരെ ഗംഭീരമായി നടന്നു. എന്നാൽ ഇപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സസ്പെൻസ് നിറഞ്ഞ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് വിസ്മയ മോഹൻലാൽ നടത്തിയ പ്രതികരണവും അതിന് മേജർ രവി നൽകിയ രക്ഷകർത്തൃ ചമയലും തമ്മിൽ ഈ സിനിമയ്ക്ക് എന്ത് ബന്ധമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ബന്ധമുണ്ട്. അവിടെയാണ് മേജർ രവിക്ക് ശരിക്കും 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നത്. സിനിമാ രംഗത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വളരെ വിശ്വസനീയമായ സൂചനകൾ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ വമ്പൻ പ്രോജക്റ്റിൽ നിന്നും മോഹൻലാൽ തൽക്കാലത്തേക്ക് വിട്ടുനിൽക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്യാവശ്യം തീർക്കേണ്ട മറ്റു ചില സിനിമകളുടെ തിരക്കുള്ളതിനാൽ ഈ പ്രോജക്റ്റിൽ ഉടനെ ജോയിൻ ചെയ്യാൻ കഴിയില്ലെന്നും അതിന് വലിയ താമസം വരുമെന്നുമുള്ള കാര്യം മോഹൻലാൽ മേജർ രവിയെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. പുറമേ ഡേറ്റ് പ്രശ്നങ്ങളാണ് പറയുന്നതെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം വിസ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണെന്ന് സിനിമാ ലോകത്തെ സംസാരം. വിസ്മയെ പിന്തുണയ്ക്കാൻ എന്ന പേരിൽ വന്ന് അവൾക്ക് വിവരമില്ലെന്നും അവളൊരു ചെറിയ കുട്ടിയാണെന്നും മൃഗങ്ങളെ കാണുന്ന പോലെയുള്ള വെറുമൊരു വികാരം മാത്രമാണ് ആ പോസ്റ്റിന് പിന്നിലെന്നും മേജർ രവി പറഞ്ഞത് വിസ്മയെ കടുത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇന്നത്തെ കാലത്ത് സ്വന്തമായി അഭിപ്രായമുള്ള, വ്യക്തമായി കാഴ്ചപ്പാടുള്ള ഒരു യുവതിയാണ് വിസ്മയ. രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയത്തിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കിയ ഒരു വ്യക്തിയുടെ പേരിൽ മറ്റൊരാൾ വന്ന് അനാവശ്യമായി ന്യായീകരണം നൽകേണ്ട ആവശ്യമില്ല. തൻ്റെ കാര്യത്തിൽ പുറത്തു നിന്നുള്ള ആരും അനാവശ്യമായി ഇടപെടേണ്ടെന്നും തനിക്കൊരു രാഷ്ട്രീയ ബോധമുണ്ടെന്നും അത് റദ്ദാക്കാൻ ആർക്കും അവകാശമില്ലെന്നും വിസ്മയ തൻ്റെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിസ്മയുടെ ഈ കടുത്ത അതൃപ്തിയാണ് മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ തീരുമാനത്തിന് പിന്നിലെന്നാണ് സിനിമാ വൃത്തങ്ങൾ
അടക്കം പറയുന്നത്. മകളുടെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടിനെ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹസിക്കുകയും അവൾക്ക് അറിവില്ലെന്ന് വരുത്തി തീർക്കുകയും ചെയ്ത ഒരാളുമായി ഉടനെ ഒരു സിനിമ ചെയ്യുന്നതിലെ അനൗചിത്യം മോഹൻലാലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. മാത്രമല്ല, തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ കടന്നുകയറി രക്ഷകർത്തൃത്വം ചമയാൻ മേജർ രവി ശ്രമിച്ചത് ലാലിനും ഒട്ടും ദഹിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേജർ രവി തൻ്റെ കരിയർ തിരികെ പിടിക്കാൻ ലക്ഷ്യമിട്ടൊരുക്കിയ വലിയ പ്രോജക്റ്റിൽ നിന്നും വളരെ തന്ത്രപരമായി ഡേറ്റ് പ്രശ്നം ചൂണ്ടിക്കാണിച്ച് മോഹൻലാൽ പിന്മാറാനുള്ള സൂചനകൾ നൽകിയത്. ചുരുക്കത്തിൽ, ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ പോയി വക്കീൽ നോട്ടീസ് വാങ്ങിയതിനൊപ്പം വിസ്മയയുടെ രക്ഷകർത്താവാകാൻ പോയി സ്വന്തം ഡ്രീം പ്രോജക്റ്റ് തന്നെ ത്രിശങ്കുവിലാക്കിയ അവസ്ഥയിലാണ് ഇപ്പോൾ മേജർ രവി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിട്ടാൽ അത് സ്വന്തം ചോര ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമാണെന്ന് മേജർ രവി ഇപ്പോൾ ശരിക്കും അനുഭവിച്ചറിയുന്നുണ്ടാകും. സൈബർ ലോകത്തെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങിയാലും സിനിമാ രംഗത്ത് തനിക്ക് കിട്ടിയ ഈ 8ൻ്റെ പണിയിൽ നിന്നും കരകയറാൻ മേജർക്ക് ഇനിയുമേറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ്. ആർക്കും വേണ്ടാത്ത ഉപദേശങ്ങൾ നൽകാൻ പോകുന്നതിന് മുൻപ് ഈ സംഭവം എല്ലാ സ്വയം പ്രഖ്യാപിത രക്ഷകർത്താക്കൾക്കും ഒരു പാഠമാകട്ടെ.